ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കുറേ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തെന്നെ ഒന്ന് അറിയിക്കുക. ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്: വെൻ ഷീ വിൽ കം ഐ വിൽ ടോക്ക് ടു ഹെർ. ഈ ഒരു സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നമുക്ക് പറയേണ്ടത് അവൾ വരുമ്പോൾ ഞാൻ അവളോട് സംസാരിക്കും എന്നാണ്. ഇത് രണ്ടും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണല്ലേ. അവൾ വരുമ്പോൾ അതും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഞാൻ അവളോട് സംസാരിക്കും എന്നുള്ളതും ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ തന്നെ ഭാവിയിൽ നടക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ആദ്യം നടക്കേണ്ട ആ ഒരു കാര്യം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വേണം പറയാൻ. അതായത് ഇവിടെ വെൻ ഷീ വിൽ കം എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയണം. വെൻ ഷീ കംസ്. ഇവിടെ കംസ് എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഷീ സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ അവിടുത്തെ വേർബും സിംഗുലർ ആയിരിക്കണം. ഇനി വേർബിനെ എങ്ങനെയാണ് സിംഗുലർ ആക്കുന്നത്? ബേസ് ഫോം ഓഫ് ദ വേർബിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യുക. വരിക എന്ന് പറഞ്ഞാൽ കം, അതാണ് ബേസ് ഫോം. അതിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോൾ കംസ് ആവും. വെൻ ഷീ കംസ് ഐ വിൽ ടോക്ക് ടു ഹെർ. ഇനി അടുത്ത സെൻറ്റൻസ് ആണ് ഹീ ഈസ് മൈ കസിൻ ബ്രദർ. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമുക്കറിയാം കസിൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെ മക്കളെ, അതായത് മകനെയോ മകളെയോ ആണ് നമ്മൾ കസിൻ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഹീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹീ എന്ന് പറഞ്ഞാൽ അവൻ, അതുകൊണ്ട് തന്നെ സഹോദരനാണെന്ന് അണ്ടർസ്റ്റുഡ് ആണല്ലേ. അതുകൊണ്ട് വീണ്ടും ബ്രദർ എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. സോ ഹീ ഈസ് മൈ കസിൻ എന്ന് പറഞ്ഞാൽ മതി. ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്: ഇറ്റ് ഈസ് രാഹുൽസ് ആൻഡ് അരുൺസ് കാർ. ഇവിടെ നമുക്ക് പറയേണ്ടത് അത് രാഹുലിൻ്റെയും അരുണിൻ്റെയും കാറാണ് എന്നാണ്. ഇവിടെ ആദ്യത്തെ ഇറ്റ്സ് എന്നുള്ളത് ഇറ്റ് ഈസിൻ്റെ ഷോർട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ രാഹുൽസ് അരുൺസ് എന്നൊക്കെ പറയുന്നത് രാഹുലിൻ്റെ അരുണിൻ്റെ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ സെൻറ്റൻസിൽ നമുക്ക് പറയേണ്ടത് ഇത് രാഹുലിൻ്റെയും അരുണിൻ്റെയും കാറാണ് എന്നാണ്. ഇവിടെ രാഹുലിനും അരുണിനൂടെ കൂട്ടി ഒരു കാറാണുള്ളത് അല്ലേ. അതായത് ഇവിടെ ജോയിൻ്റ് ഓണർഷിപ്പ് ആണല്ലേ. അതായത് ഒരു കാര്യം രണ്ടു പേർക്ക്. അങ്ങനെയാണെങ്കിൽ അപ്പോസ്ട്രോഫി ഇടുന്നത് രണ്ടാമത്തെ ആളുടെ പേരിൻ്റെ കൂടെ ആയിരിക്കണം. അതായത് ഇവിടെ രാഹുൽസ് എന്ന് വേണ്ട, രാഹുൽ എന്ന് മതി. ഇറ്റ്സ് രാഹുൽ ആൻഡ് അരുൺസ് കാർ. അതായത് അത് രാഹുലിൻ്റെയും അരുണിൻ്റെയും കാറാണ്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ പറയും? ഞാൻ അവിടെ പോയപ്പോൾ അരുണിൻ്റെ മാതാപിതാക്കളെയും രാഹുലിൻ്റെ മാതാപിതാക്കളെയും കണ്ടു. ഇവിടെ അരുണിൻ്റെ മാതാപിതാക്കളും രാഹുലിൻ്റെ മാതാപിതാക്കളും വെവ്വേറെ ആൾക്കാരാണല്ലേ. അതുകൊണ്ട് തന്നെ രണ്ടു പേരുടെ പേരിൻ്റെ കൂടെയും അപ്പോസ്ട്രോഫി എസ് ഇടണം. അതായത് വെൻ ഐ വെൻറ്റ് ദർ ഐ മെറ്റ് രാഹുൽസ് ആൻഡ് അരുൺസ് പേരൻസ്. വെൻ ഐ വെൻറ്റ് ദർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയപ്പോൾ. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വെൻറ്റ്. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ ഐ മെറ്റ്. മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി എന്നാണ്. മീറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് മെറ്റ്. മീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി എന്നാണ്. അരുൺസ് ആൻഡ് രാഹുൽസ് പേരൻസ്, അരുണിൻ്റെ മാതാപിതാക്കളെയും രാഹുലിൻ്റെ മാതാപിതാക്കളെയും കണ്ടുമുട്ടി. വെൻ ഐ വെൻറ്റ് ദർ ഐ മെറ്റ് രാഹുൽസ് ആൻഡ് അരുൺസ് പേരൻസ്. ഇനി അടുത്തത് ആസ്ക് ഹിം ടു സിറ്റ് ബിസൈഡ്സ് മീ. ഇവിടെ നമുക്ക് പറയേണ്ടത് അവനോട് എൻ്റെ അരികിലിരിക്കാൻ പറയുക എന്നാണ്. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ ബിസൈഡ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാണ് മീനിങ്. പക്ഷേ ഇവിടെ നമുക്ക് എന്നതാണ് വേണ്ടത്? അരികിൽ എന്നുള്ള അർത്ഥം വരണം. അതിന് ബിസൈഡാണ് പറയേണ്ടത്. ആസ്ക് ഹിം ടു സിറ്റ് ബിസൈഡ് മീ. അതായത് അവനോട് എൻ്റെ അരികിലിരിക്കാൻ പറയുക എന്നാണ് മീനിങ്. ഇനി ബിസൈഡ്സ് വെച്ച് ഒരു സെൻറ്റൻസ് ഞാൻ പറയാം. ഞാനല്ലാതെ അവൾക്ക് സുഹൃത്തുക്കളില്ല. അതായത് എന്നെ കൂടാതെ അവൾക്ക് വേറെ സുഹൃത്തുക്കളില്ല എന്നാണ് മീനിങ്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഷീ ഹാസ് നോ ഫ്രണ്ട്സ് ബിസൈഡ്സ് മീ. ഷീ ഹാസ് നോ ഫ്രണ്ട്സ് ബിസൈഡ്സ് മീ. അതായത് എന്നെ കൂടാതെ അവൾക്ക് വേറെ സുഹൃത്തുക്കളില്ല. ഷീ ഹാസ് നോ ഫ്രണ്ട്സ് ബിസൈഡ്സ് മീ. ഇനി അടുത്ത സെൻറ്റൻസ് ലൈ ദ മാറ്റ് ഓൺ ദ ഫ്ലോർ.
ഈ ഒരു സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമുക്ക് പറയേണ്ടത് തറയിൽ പായ വിരിക്കുക എന്നാണ് പറയേണ്ടത്. ഇവിടെ വിരിക്കുക എന്നാണ് നമുക്ക് പറയേണ്ടത്. വിരിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ലേ ആണ്. ലേ. ലേ ദ മാറ്റ് ഓൺ ദ ഫ്ലോർ. ലേ ദ മാറ്റ് ഓൺ ദ ഫ്ലോർ. ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറ, മാറ്റ് എന്ന് പറഞ്ഞാൽ പായ. അപ്പം പായ തറയിൽ വിരിക്കുക എന്ന് പറയാൻ ലേ ദ മാറ്റ് ഓൺ ദ ഫ്ലോർ. ഇനി അടുത്ത സെൻറ്റൻസ്, ഐ ആം ഗോയിങ് ടു ലേ ഡൗൺ ഫോർ എ മിനിറ്റ്. ഇവിടെ നമുക്ക് പറയേണ്ടത് ഞാൻ 1 മിനിറ്റ് കിടക്കാൻ പോകുന്നു എന്നാണ്. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു ലേ എന്ന് പറഞ്ഞാൽ വിരിക്കുക എന്നാണ്. അപ്പം കിടക്കുക എന്ന് പറയണമെങ്കിൽ അവിടെ ലൈ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഐ ആം ഗോയിങ് ടു ലൈ ഡൗൺ ഫോർ എ മിനിറ്റ്. ഞാൻ 1 മിനിറ്റ് കിടക്കാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു ലൈ ഡൗൺ ഫോർ എ മിനിറ്റ്. ഇനി അടുത്തത് പ്ലീസ് എക്സ്പ്ലെയിൻ മീ. ഇവിടെ നമുക്ക് പറയേണ്ടത് ദയവായി എനിക്കതൊന്ന് വിശദീകരിച്ച് തരൂ എന്നാണ്. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ പ്രിപ്പസിഷൻ ടു മിസ്സിംഗ് ആണ്. അതായത് പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ എന്നാണ് പറയേണ്ടത്. പ്ലീസ് എക്സ്പ്ലെയിൻ മീ എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കാനാണ് അതിൻ്റെ മീനിങ്. അപ്പം എനിക്ക് വിശദീകരിച്ച് തരൂ എന്ന് പറയണമെങ്കിൽ പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ എന്ന് പറയണം. പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ. ഇനി അടുത്ത സെൻറ്റൻസ്, അഞ്ജു ആൻഡ് മീ റോട്ട് ദ എക്സാം. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമുക്ക് പറയേണ്ടത് അഞ്ജുവും ഞാനും പരീക്ഷ എഴുതി എന്നാണ്. സോ ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? ഇവിടെ മീ അല്ല വരേണ്ടത്, ഐ ആണ്. അഞ്ജു ആൻഡ് ഐ റോട്ട് ദ എക്സാം എന്നാണ് വരേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇവിടെ അഞ്ജു ആൻഡ് മീ അല്ലേ, അപ്പം അഞ്ജു ഒന്ന് പൊത്തിപ്പിടിക്കുക. പിന്നെ ബാക്കി എന്താണുള്ളത്? മീ റോട്ട് ദ എക്സാം. മീ റോട്ട് ദ എക്സാം എന്ന് നമ്മൾ പറയുമോ? ഇല്ല, ഐ റോട്ട് ദ എക്സാം എന്നാണ് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ മീ അല്ല വരേണ്ടത്, ഐ ആണ് വരേണ്ടത്. സോ അഞ്ജു ആൻഡ് ഐ റോട്ട് ദ എക്സാം. ഞാനും അഞ്ജുവും പരീക്ഷ എഴുതി. ഇത് വേറൊരു രീതിയിലും കണ്ടുപിടിക്കാം. അതായത് ഇവിടെ ഞാൻ പരീക്ഷ എഴുതി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാനാണ് പ്രവൃത്തി ചെയ്യുന്നയാൾ അല്ലേ. അപ്പം എപ്പോഴൊക്കെ പ്രവൃത്തി ചെയ്യുന്ന ആളായിട്ട് ഞാൻ വരുമ്പോൾ അവിടെ ഐ ആണ് യൂസ് ചെയ്യേണ്ടത്. അഞ്ജു ആൻഡ് ഐ റോട്ട് ദ എക്സാം. റോട്ട് എന്നാൽ റൈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക. അപ്പോൾ എഴുതി എന്ന് പറയാനാണ് റോട്ട് യൂസ് ചെയ്തത്. അഞ്ജു ആൻഡ് ഐ റോട്ട് ദ എക്സാം. ഇനി അടുത്ത സെൻറ്റൻസ്, ദ റിപ്പോർട്ട് വാസ് റിട്ടൺ ബൈ അഞ്ജു ആൻഡ് ഐ. അതായത് ഞാനും അഞ്ജുവും ചേർന്നാണ് ഈ റിപ്പോർട്ട് എഴുതിയത്. ഇവിടെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമ്മൾ ഐ അല്ല യൂസ് ചെയ്യേണ്ടത്, മീ ആണ്. ദ റിപ്പോർട്ട് വാസ് റിട്ടൺ ബൈ അഞ്ജു ആൻഡ് മീ. ഇവിടെയും ആദ്യം പറഞ്ഞ ആ ട്രിക്ക് യൂസ് ചെയ്യുക. അഞ്ജു ഒന്ന് പൊത്തിപ്പിടിക്കുക, പിന്നെ ഒന്ന് വായിച്ചേ. ദ റിപ്പോർട്ട് വാസ് റിട്ടൺ ബൈ ഐ. അങ്ങനെ പറയുമോ? ഇല്ല, ദ റിപ്പോർട്ട് വാസ് റിട്ടൺ ബൈ മീ എന്നാണ് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഐ അല്ല വരേണ്ടത്, മീ ആണ്. ഇവിടെ രണ്ടാമത്തെ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദ റിപ്പോർട്ട് വാസ് റിട്ടൺ ബൈ അഞ്ജു ആൻഡ് ഐ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? എന്തിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്? റിപ്പോർട്ട്. അത് എഴുതിയതാണ് അഞ്ജുവും ഞാനും. അപ്പോൾ ഇവിടെ അഞ്ജു ആൻഡ് ഐ എന്നുള്ളത് ഒബ്ജക്റ്റ് ആണല്ലേ. അപ്പം ഒബ്ജക്റ്റായിട്ട് ഞാൻ വരുമ്പം അവിടെ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് മീ ആണ്. ദ റിപ്പോർട്ട് വാസ് റിട്ടൺ ബൈ അഞ്ജു ആൻഡ് മീ. ഇനി അടുത്തൊരു സെൻറ്റൻസ്, ഐ ആം ഡാൻസിങ് ഓൺ എ സോങ്. ഈ ഒരു സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എന്താണ്? നമ്മൾ ഓൺ എന്നുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? എന്തിൻ്റെയെങ്കിലും മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ കീപ് ദ ഫോൺ ഓൺ ദ ടേബിൾ എന്ന് പറയാം. അതായത് മേശപ്പുറത്ത് ഫോൺ വയ്ക്കുക. കീപ് ദ ഫോൺ ഓൺ ദ ടേബിൾ. അതേപോലെ തന്നെ ഐ ആം ഡാൻസിങ് ഓൺ ദ ഫ്ലോർ എന്ന് പറയാം. ഞാൻ തറയിൽ നൃത്തം ചെയ്യുകയാണ്, അങ്ങനെ പറയാം. പക്ഷേ ഒരിക്കലും നമുക്ക് ഐ ആം ഡാൻസിങ് ഓൺ എ സോങ് എന്ന് പറയാൻ പറ്റത്തില്ല. ഐ ആം ഡാൻസിങ് ടു എ സോങ് എന്നാണ് പറയേണ്ടത്. ഐ ആം ഡാൻസിങ് ടു എ സോങ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പാട്ടിന് നൃത്തം ചെയ്യുകയാണ് എന്നാണ് മീനിങ്. ഐ ആം ഡാൻസിങ് ടു എ സോങ്. ഇനി അടുത്ത സെൻറ്റൻസ്, ഐ ആം ലിസ്ണിങ് മ്യൂസിക്. ഇതിൽ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമുക്ക് പറയേണ്ടത് ഞാൻ പാട്ട് കേൾക്കുകയാണ് എന്നാണ്.
എപ്പോഴൊക്കെ ലിസൺ എന്ന് പറയുന്ന വേർബ് വരുന്നോ അവിടെ ടു ചേർക്കണം. ഐ ആം ലിസ്ണിംഗ് ടു മ്യൂസിക്. ഐ ആം ലിസ്ണിംഗ് ടു മ്യൂസിക്. ഞാൻ പാട്ട് കേൾക്കുകയാണ്. ഇനി അടുത്ത സെൻറ്റൻസ്, ദിസ് വൺ ഈസ് മോർ ബെറ്റർ. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമുക്ക് പറയേണ്ടത് ഇതാണ് നല്ലത് എന്നാണ്. സോ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മോറും ബെറ്ററും ഇതൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് അല്ലേ. അപ്പം നല്ലതിന് നമ്മൾ ഗുഡ് എന്ന് പറയും, ഗുഡിനേക്കാൾ നല്ലതാണെങ്കിലോ ബെറ്റർ എന്ന് പറയും, അതിനേക്കാൾ നല്ലതാണെങ്കിൽ ബെസ്റ്റ് എന്ന് പറയും. അല്ലാതെ മോർ ബെറ്റർ അങ്ങനെ ഒരു കമ്പാരിസൺ നമ്മൾ പറയത്തില്ല. സോ ദിസ് വൺ ഈസ് ബെറ്റർ എന്ന് പറയാം. ദിസ് വൺ ഈസ് ബെറ്റർ. മോർ ബെറ്ററിൻ്റെ ആവശ്യമില്ല. ദിസ് വൺ ഈസ് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് നല്ലത്. ഇനി അടുത്ത സെൻറ്റൻസ്, അക്കോർഡിംഗ് ടു മീ ഹീ ഷുഡ് ഹാവ് അറ്റൻഡഡ് ദ പാർട്ടി. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമുക്ക് പറയേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ അവൻ പാർട്ടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. നമ്മൾ ഒരിക്കലും നമ്മുടെ അഭിപ്രായത്തിൽ എന്ന് പറയാൻ അക്കോർഡിംഗ് ടു മീ എന്ന് പറയത്തില്ല. ഇൻ മൈ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഇൻ മൈ വ്യൂ എന്നൊക്കെ പറയാം. ഇൻ മൈ ഒപ്പീനിയൻ ഹീ ഷുഡ് ഹാവ് അറ്റൻഡഡ് ദ പാർട്ടി. ഇനി നമ്മൾ വേറൊരാളുടെ അഭിപ്രായം പറയുവാന്ന് വെച്ചോ, അക്കോർഡിംഗ് ടു യു അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഹിം അങ്ങനെ പറയുവാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മുടെ അഭിപ്രായം പറയാൻ ഇൻ മൈ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഇൻ മൈ വ്യൂ എന്നൊക്കെ പറയാം. ഇൻ മൈ ഒപ്പീനിയൻ ഹീ ഷുഡ് ഹാവ് അറ്റൻഡഡ് ദ പാർട്ടി. ഇനി അടുത്ത സെൻറ്റൻസ്, വുഡ് യു മൈൻഡ് ഗീവ് മീ എ ഹാൻഡ്. അതായത് എനിക്കൊരു കൈ സഹായം തരുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഗീവ് അല്ല ഗിവിങ് ആണ് വരേണ്ടത്. അതായത് ഏത് വേർബാണോ അതിൻ്റെ കൂടെ ING ചേർക്കണം. വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ ഹാൻഡ്. വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ ഹാൻഡ്. ഇനി അടുത്ത സെൻറ്റൻസ്, ദ ടീച്ചർ ഗേവ് അസ് എ ലോട്ട് ഓഫ് ഹോം വർക്ക്സ്. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? അതായത് ടീച്ചർ ധാരാളം ഹോംവർക്ക് തന്നു എന്നാണ് മീനിങ്. ഇവിടെ ഹോംവർക്ക് എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ നൗണാണ്. അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഹോംവർക്ക്സ് എന്ന് പറയുന്നത് തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ എന്താണ്? ദ ടീച്ചർ ഗേവ് അസ് എ ലോട്ട് ഓഫ് ഹോംവർക്ക്. ദ ടീച്ചർ ഗേവ് അസ് എ ലോട്ട് ഓഫ് ഹോംവർക്ക്. അതാണ് കറക്റ്റ്. ഇനി അടുത്ത സെൻറ്റൻസ്, ഹിസ് സൺ ഇൻ ലോസ് ഹാവ് കം ഹോം. ഇവിടെ നമുക്ക് പറയേണ്ടത് അവൻ്റെ മരുമക്കൾ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നാണ്. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? മരുമക്കൾ എന്ന് പറയാൻ സൺ ഇൻ ലോസ് എന്നല്ല പറയേണ്ടത്, സൺസ് ഇൻ ലോ എന്നാണ് പറയേണ്ടത്. ഹിസ് സൺസ് ഇൻ ലോ ഹാവ് കം ഹോം. അതായത് അവൻ്റെ മരുമക്കൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഹിസ് സൺസ് ഇൻ ലോ ഹാവ് കം ഹോം. ഇതേപോലെ തന്നെ ബ്രദേഴ്സ് ഇൻ ലോ, സിസ്റ്റേഴ്സ് ഇൻ ലോ, മദേഴ്സ് ഇൻ ലോ എന്നാണ് പ്ലൂറൽ ഫോമിൽ പറയേണ്ടത്. ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്, ഹീ ഹാസ് ഗ്രേ ഹെയർസ്. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമുക്ക് പറയേണ്ടത് അവന് നരച്ച മുടിയുണ്ട് എന്നാണ്. നമ്മൾ നേരത്തെ ഹോംവർക്ക് പറഞ്ഞ പോലെ ഹെയറും അൺകൗണ്ടബിൾ നൗണാണ്. അതായത് ഒരാളുടെ തലയിലുള്ള മുഴുവൻ മുടിയെക്കുറിച്ച് പറയുമ്പോൾ അത് അൺകൗണ്ടബിൾ ആണ്. അതായത് നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഹെയർസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഹി ഹാസ് ഗ്രേ ഹെയർ എന്നാണ് പറയേണ്ടത്. ഹി ഹാസ് ഗ്രേ ഹെയർ. ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്, ഐ റിട്ടേൺഡ് ബാക്ക് ഓൺ സാറ്റർഡേ. ഇതിൻ്റെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമുക്ക് പറയേണ്ടത് ഞാൻ ശനിയാഴ്ച മടങ്ങി വന്നു എന്നാണ്. ഇവിടെ റിട്ടേൺഡ് എന്ന് പറഞ്ഞാൽ തന്നെ തിരിച്ചെത്തി എന്നാണ്. പിന്നെയും നമ്മൾ ബാക്ക് തിരിച്ച് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ റിട്ടേൺഡ് ഓൺ സാറ്റർഡേ എന്ന് പറഞ്ഞാൽ മതി. ഐ റിട്ടേൺഡ് ഓൺ സാറ്റർഡേ. ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്, ഹി ഹാസ് ബീൻ ലീവിങ് ഹിയർ സിൻസ് 3 weeks. ഈ സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമുക്ക് പറയേണ്ടത് അവൻ 3 ആഴ്ചയായി ഇവിടെ താമസിക്കുന്നു എന്നാണ്. ഇവിടെ നമുക്കൊരു കാലയളവാണ് തന്നിരിക്കുന്നത് അല്ലേ, 3 ആഴ്ച. അപ്പം അങ്ങനെ ഒരു കാലയളവ് തരുമ്പോൾ നമ്മൾ സിൻസ് അല്ല യൂസ് ചെയ്യേണ്ടത്, 4 ആണ്. ഹി ഹാസ് ബീൻ ലീവിങ് ഹിയർ ഫോർ 3 weeks. സിൻസ് ഇനി എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്?
സ്പെസിഫിക് ആയിട്ടൊരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ 3 മണി മുതൽ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ സിൻസ് 3 o'clock. അപ്പം ഒരു സമയം തന്നിട്ടുണ്ട്, അവിടെ നമ്മൾ സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരു ഡ്യൂറേഷൻ ആണെങ്കിൽ അവിടെ ഫോർ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ എവിടെയൊക്കെ മുതൽ എന്ന് നമുക്ക് പറയണമോ അവിടെ നമ്മൾ സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്, വി വർ ഗോയിങ് ടു ഹോം. ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമുക്ക് പറയേണ്ടത് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയായിരുന്നു എന്നാണ്. ഇവിടെ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഒരിക്കലും ഗോയിങ് ടു ഹോം എന്ന് പറയത്തില്ല, ഗോയിങ് ഹോം എന്നാണ് പറയേണ്ടത്. അതായത് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയായിരുന്നു, വി വർ ഗോയിങ് ഹോം. ഇനി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ ആം ഗോയിങ് ഹോം, ഐ ആം ഗോയിങ് ഹോം. ഒരിക്കലും ഹോമിന് ടു ഹോം എന്ന് പറയത്തില്ല. പക്ഷെ നമ്മളൊരു സ്ഥലത്തോട്ട് പോവാമെന്ന് വെച്ചു, അതായത് ഞാൻ കോട്ടയത്ത് പോവുകയാണ്, ഐ ആം ഗോയിങ് ടു കോട്ടയം, അവിടെ നമ്മൾ ടു യൂസ് ചെയ്യും. പക്ഷെ വീട്ടിലേക്ക് എന്ന് പറയാൻ ടു യൂസ് ചെയ്യത്തില്ല. സോ വി വർ ഗോയിങ് ഹോം, ഐ ആം ഗോയിങ് ടു കോട്ടയം. മനസ്സിലായല്ലോ? ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്, എവ്രിബഡി ആർ ഹാപ്പി. ഇവിടെ നമുക്ക് പറയേണ്ടത് എല്ലാവരും സന്തുഷ്ടരാണ് എന്നാണ്. ഈ സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ എവ്രിബഡി ആർ ഹാപ്പി എന്നല്ല വരേണ്ടത്, എവ്രിബഡി ഈസ് ഹാപ്പി എന്നാണ് പറയേണ്ടത്. നമ്മൾ സാധാരണ പറയുമ്പം എവ്രിബഡി എല്ലാവരും, അത് പ്ലൂറൽ അല്ലേ എന്ന് വിചാരിച്ച് ആർ എഴുതും. പക്ഷേ എവ്രിബഡി എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എവ്രിബഡി മാത്രമല്ല, നോബഡി, സംബഡി, ഇതൊക്കെ സിംഗുലറാണ്. അതുകൊണ്ട് തന്നെ എവ്രിബഡി ഈസ് ഹാപ്പിയാണ് വരുന്നത്. എല്ലാവരും സന്തുഷ്ടരാണ്, എവ്രിബഡി ഈസ് ഹാപ്പി. ഇതേപോലെ തന്നെ എവ്രി സ്റ്റുഡൻസ് ലൈക്ക് ദ ടീച്ചർ. ഇവിടെ നമുക്ക് പറയേണ്ടത് എല്ലാ വിദ്യാർത്ഥികളും ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നുവെന്നാണ്. ഈ സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എവ്രി എന്ന് പറയുന്നത് സിംഗുലറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന നൗൺ ഉണ്ടല്ലോ, എപ്പോഴും സിംഗുലർ ആയിട്ട് വേണം പറയാൻ. അപ്പം സ്റ്റുഡൻസ് അല്ല സ്റ്റുഡൻറ്റ് വരണം, എവ്രി സ്റ്റുഡൻറ്റ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു വേർബിനെ സിംഗുലർ ആക്കാൻ ബേസ് ഫോം ഓഫ് ദ വേർബിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യണമെന്ന്. പക്ഷേ നൗണിൻ്റെ കേസിൽ നേരെ തിരിച്ചാണ്. നൗണ് ഇപ്പം ബുക്കെന്ന് വെച്ചു, ബുക്കെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബുക്കാണ്. ഒന്നിൽ കൂടുതൽ ബുക്കുണ്ടെങ്കിൽ ബുക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലൂറൽ ആക്കാനാണ് നമ്മൾ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യുന്നത്. അതായത് നൗണിനെ പ്ലൂറൽ ആക്കാൻ എസ് ആഡ് ചെയ്യും, പക്ഷെ വേർബിനെ സിംഗുലർ ആക്കാനാണ് എസ് ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി എവ്രി സ്റ്റുഡൻറ്റ്, നൗണ് സിംഗുലർ ആയാൽ കൂടെ വരുന്ന വേർബും സിംഗുലർ ആയിരിക്കണം. അപ്പം നമുക്കറിയാം വേർബിനെ സിംഗുലർ ആക്കുന്നത് എങ്ങനെയാണ്? എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യുക. സോ ലൈക്ക് ആയതുകൊണ്ട് എസ് ആഡ് ചെയ്യുക, ലൈക്സ്. എവ്രി സ്റ്റുഡൻറ്റ് ലൈക്സ് ദ ടീച്ചർ. എല്ലാ വിദ്യാർത്ഥികളും ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നു. എവ്രി സ്റ്റുഡൻറ്റ് ലൈക്സ് ദ ടീച്ചർ. ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്, ഐ ആം തിങ്കിങ് ടു ബൈ എ ന്യൂ കാർ. നമുക്ക് പറയേണ്ടത് ഞാനൊരു പുതിയ കാർ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ്. ഈ സെൻറ്റൻസിൽ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമ്മൾ ഒരിക്കലും തിങ്കിങ് ടു എന്ന് പറയത്തില്ല. ഒന്നുകിൽ നമുക്ക് തിങ്കിങ് ഓഫ് എന്ന് പറയാം, അല്ലെങ്കിൽ തിങ്കിങ് എബൌട്ട് എന്ന് പറയാം. തിങ്കിങ് ടു ഒരിക്കലും പറയത്തില്ല. സോ ഐ ആം തിങ്കിങ് ഓഫ് ബൈയിങ് എ ന്യൂ കാർ, അല്ലെങ്കിൽ ഐ ആം തിങ്കിങ് എബൌട്ട് ബൈയിങ് എ ന്യൂ കാർ. രണ്ടിൻ്റെയും മീനിങ് ഞാനൊരു പുതിയ കാർ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ്. സോ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അറിയാതെ വരുത്തുന്ന കുറേ മിസ്റ്റേക്കുകൾ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കോമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഉപകാരപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.